നമസ്കാരം. വോട്ടുകള്ളൻ, ഭരണവിരുദ്ധ നയങ്ങളുടെ രാജാവ് തുടങ്ങിയ ആരോപണങ്ങളുടെ ഹൈഡ്രജൻ ബോംബിനെ പോലും ഓലപ്പടക്കമാക്കി തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇന്ത്യയുടെ കരുത്തനായ നേതാവ് നരേന്ദ്രമോദി ബീഹാർ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയത്തിന്റെ വെന്നിക്കൊടി പറിച്ചപ്പോൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ പിച്ചും പേയും പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കന്മാർ. ഒന്നുകിൽ അന്തസ്സായി തോറ്റു എന്ന് സമ്മതിക്കണം, എന്നിട്ട് വിലയിരുത്തണം സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ കുത്തകയാക്കി വെച്ചുകൊണ്ടിരുന്ന ഇന്ത്യയുടെ ഭരണം എങ്ങനെ എന്തുകൊണ്ട് കയ്യിൽ നിന്ന് വഴുതിപ്പോയി. ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത പോലെ എന്തുകൊണ്ടത് എന്നേക്കുമായി ജനങ്ങൾ തിരിച്ചെടുത്തു എന്ന്. അതില്ലാതെ ഇപ്പോഴും യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ മോദി സർക്കാരിനെ കുറ്റം പറയുന്ന രാഹുൽ ഗാന്ധിയുടെ തൊലിക്കട്ടി സമ്മതിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് തുള്ളിയിട്ട് എന്ത് കാര്യമുണ്ട് കോൺഗ്രസുകാരെ? ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പുതിയ ഫലങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ശക്തമായ ചർച്ചകൾക്ക് വേദിയൊരുക്കിയിരിക്കുകയാണ്. ഫലങ്ങൾ പ്രസിദ്ധീകരിച്ച നിമിഷം മുതൽ തന്നെ വിവിധ രാഷ്ട്രീയ ശക്തികൾ വിജയ പരാജയങ്ങളുടെ സത്യം വ്യത്യസ്ത കോണുകളിൽ നിന്ന് വ്യാഖ്യാനിക്കാനും സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾ കൂടുതൽ ഉറപ്പാക്കാനും ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഈ തിരഞ്ഞെടുപ്പ് ഫലം കനത്ത തിരിച്ചടിയായി മാറിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നുണ്ട്. പരമ്പരാഗത പിന്തുണയുള്ള മേഖലകളിലും കൂട്ടുകക്ഷികളുടെ ബലത്തിലും നിന്നവർ പ്രതീക്ഷിച്ചത്ര നേട്ടം കൈവരിക്കാത്തത് പാർട്ടിക്കുള്ളിൽ തന്നെ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പരാജയത്തിന്റെ ഭാരവും ആരോപണങ്ങളുടെ തീവ്രതയും ഫലങ്ങൾ പുറത്തു വന്നതോടെ കോൺഗ്രസ് നേതൃത്വം കേന്ദ്ര സർക്കാരിനെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ചൂണ്ടിക്കാട്ടി വിവിധ വിമർശനങ്ങൾ ഉയർത്തി തൃപ്തിപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അതിന്റെ പരാജയത്തിന്റെ ഭയം പിടിമുറുക്കിയ കോൺഗ്രസുകാർ അന്നു മുതൽ തന്നെ മോദിക്കെതിരെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വോട്ട് ചോരി വാദം തൊടുത്തുവിട്ടിരുന്നു. എന്നാൽ അതിന്റെ പിന്നാലെ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ രാഹുലിന്റെ ഹൈഡ്രജൻ ബോംബ് വെറും പൊട്ടാസ് പോലെ ഒരു ശബ്ദത്തിന്റെ ഓളം പോലും ഉണ്ടാക്കാതെ ചീറ്റിപ്പോകുന്നത് കണ്ടതോടെ മാനസിക വിഭ്രാന്തിയുടെ വക്കിലാണ് രാഹുലും കൂട്ടരുമെന്ന് വേണമെങ്കിൽ പറയാം. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സുതാര്യതയില്ല. ഭരണകൂട ജനാധിപത്യ സംവിധാനങ്ങളെ ബാധിക്കുന്നു. ഭരണകക്ഷി അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു എന്നിങ്ങനെയാണ് നിരവധി ആരോപണങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ വക്താക്കൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ വിശകലനങ്ങളുടെ പ്രധാന ചോദ്യം ഇതായിരുന്നു: ഈ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ ജനവിധിയുടെ സ്വരത്തെ പ്രതിഫലിപ്പിക്കുന്നതോ അല്ലെങ്കിൽ പരാജയത്തെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികരണ രീതിയോ? പല നിരീക്ഷകരുടെയും അഭിപ്രായത്തിൽ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ വർഷങ്ങളിലായി ഇന്ത്യയിലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായ അടിസ്ഥാനമൊരുക്കാൻ പര്യാപ്തമായ സംഘടനാപരമായ പുനർനിർമ്മാണം നടത്താൻ കഴിഞ്ഞിട്ടില്ലാതെ പരാജയപ്പെട്ടുപോയി. സീറ്റുകൾ നഷ്ടപ്പെട്ടതിനു പുറമെ വോട്ടർ ബാങ്കിന്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പഠനങ്ങൾ പോലും സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഉടനെ തന്നെ കേന്ദ്ര സർക്കാരിനെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറ്റപ്പെടുത്തുക എന്ന സമീപനം പാർട്ടിയുടെ ആന്തരിക വിലയിരുത്തലുകൾക്ക് തടസ്സമാകുന്നുവെന്ന് പല രാഷ്ട്രീയ ചിന്തകരും അഭിപ്രായപ്പെടുന്നു. ബീഹാർ പോലൊരു സാമൂഹിക രാഷ്ട്രീയമായി സങ്കീർണമായ സംസ്ഥാനത്ത് വോട്ടർമാർ ഏത് അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുന്നത് എന്നത് വളരെ ആഴത്തിലുള്ള പഠനം ആവശ്യപ്പെടുന്ന വിഷയമാണ്. വികസനം, തൊഴിലവസരങ്ങൾ, സാമൂഹിക നീതി, പ്രാദേശിക നേതാക്കളുടെ പ്രവർത്തനങ്ങൾ, ദേശീയ നേതൃത്വം, ഇങ്ങനെ പല ഘടകങ്ങളും വോട്ടിംഗ് പാറ്റേണിനെ സ്വാധീനിക്കുന്നു. ഇതിനൊക്കെ പുറമെ കാലങ്ങളോളം കുടുംബവാഴ്ച നിലനിന്ന കോൺഗ്രസിന് ഇന്ത്യയുടെ വികസനത്തിൽ ഒരു കല്ല് പോലും സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്നതും അവരുടെ പരാജയത്തിലേക്ക് സംശയമില്ലാതെ തള്ളിവിടാൻ പൊതുജനത്തിനെ പ്രേരിപ്പിച്ച ഘടകമാണ്. വോട്ടർമാർ അവരുടെ ജീവിതത്തിൽ നേരിട്ട് സ്വാധീനിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പ് വിധി നിശ്ചയിക്കുന്നു എന്ന തരത്തിലേക്ക് പുരോഗതി കൈവരിച്ചിരിക്കുന്നു. പാർട്ടിയുടെ വാഗ്ദാനങ്ങൾ, കഴിഞ്ഞ ഭരണത്തിന്റെ പ്രകടനം, ഭാവിയിലെ വികസനത്തിന്റെ ദിശ, ഇതെല്ലാം വോട്ടർമാരുടെ ചിന്തകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ബീഹാറിലെ ഈ തവണത്തെ ഫലം കേന്ദ്ര ഭരണകൂടവുമായി സഹകരിക്കുന്ന രാഷ്ട്രീയ ശക്തികൾക്ക് കൂടുതൽ പിന്തുണ ലഭിക്കുന്ന തരത്തിലായിരുന്നു. ഇതിനെ ചിലർ ദേശീയതയുടെ സ്വാധീനം, മറ്റു ചിലർ വികസനത്തിനുള്ള വോട്ടർമാരുടെ ആഗ്രഹം, ചിലർ പ്രാദേശിക നേതൃത്വത്തിന്റെ ശക്തി എന്നിങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചു. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്തുതന്നെയായാലും ഇന്ത്യയിലെ ഭരണ സംവിധാനം പലപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമാകാറുണ്ട്. നിയമനിർമ്മാണം, നിയമ നടപടി, നയം, നടപ്പാക്കൽ എല്ലാ ഘട്ടങ്ങളിലും ശക്തമായ പോരായ്മകളാണ് ഇന്ത്യ നേരിടുന്നത്. എന്നാൽ അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ
തിരഞ്ഞെടുപ്പ് പ്രക്രിയ തുടർച്ചയായി വികസിച്ചും കൂടുതൽ സുതാര്യമായി മാറിയും വരുന്നു എന്നത് സത്യമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ആരോപണങ്ങൾ ഈ ഭരണഘടനാ സംവിധാനത്തെയും തിരഞ്ഞെടുപ്പ് സംവിധാനത്തെയും നേരിട്ട് ബാധിക്കുന്നതാണ് എന്നും ചില നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ജനാധിപത്യ സംവിധാനത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതിന് മുൻപ് സ്വന്തം പാർട്ടിയുടെ സംഘടനാ ദൗർബല്യങ്ങൾ, പൊതുജനങ്ങളുമായുള്ള ബന്ധം, രാഷ്ട്രീയ സന്ദേശങ്ങളുടെ വിശ്വസനീയത ഇതെല്ലാം ആത്മപരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണെന്ന് കോൺഗ്രസ് നേതൃത്വം വിസ്മരിച്ചു പോകും. ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യുമ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ സ്വാധീനത്തെ പരമാവധി രാഷ്ട്രീയ നിരീക്ഷകർ എടുത്തു പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ചില പ്രധാന പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം, ക്ഷേമ പദ്ധതികളുടെ വ്യാപനം തുടങ്ങിയവയിലൂടെ സംസ്ഥാനങ്ങളിലെ വോട്ടർമാർക്ക് നേരിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്നതായാണ് വിലയിരുത്തൽ. ഈ ഘടകങ്ങൾ ചില സംസ്ഥാനങ്ങളിൽ ഭരണകക്ഷിയെ അനുകൂലമായ വോട്ടിംഗ് പാറ്റേണിലേക്ക് നയിക്കുന്നതായും വ്യക്തമാണ്. അതിനാൽ കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ഉയർന്നാലും വോട്ടർമാർ നൽകിയ വിധി അത് മോദി ഭാരതത്തിനുള്ള കയ്യടി തന്നെയാണ്. എന്നാൽ ബീഹാറിലെ തോൽവി വിലയിരുത്താൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ നേതാക്കളുടെ യോഗം ചേർന്നപ്പോൾ പോലും ഘടകകക്ഷി നേതാക്കളുമായി രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും സംസാരിച്ചതിനു പിന്നാലെ ബീഹാറിൽ വോട്ട് കൊള്ളയാണ് നടന്നതെന്നുള്ള പതിവ് പല്ലവി തന്നെയാണ് നേതാക്കൾ ആരോപിച്ചത്. തിരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെയായാലും അതൊരു നാടിന്റെ രാഷ്ട്രീയ ചിന്തയുടെ പ്രതിഫലനമാണ്. കോൺഗ്രസ് പാർട്ടി ഈ ഫലങ്ങളിൽ നിന്ന് നിർണായക പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. സംഘടനാ തല പുനർനിർമ്മാണം, യുവ നേതൃത്വത്തിന് അവസരം നൽകൽ, പൊതുജനങ്ങളോടുള്ള രാഷ്ട്രീയ സന്ദേശങ്ങളുടെ പുതുക്കൽ, പ്രാദേശിക പ്രശ്നങ്ങളിൽ കൂടുതൽ ഇടപെടൽ ഒക്കെ അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പാർട്ടിയിൽ അഴിച്ചുപണി നടത്താൻ കഴിഞ്ഞില്ല എങ്കിൽ കോൺഗ്രസിന് ശക്തമായ ഒരു പ്രതിപക്ഷമാകാനുള്ള യോഗ്യത പോലും നഷ്ടമായി പോകും. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ലക്ഷ്യമിട്ട് ആവർത്തിച്ചുന്നയിക്കുന്ന ആരോപണങ്ങൾ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ചുള്ള പൊതുജന വിശ്വാസത്തെ കുറയ്ക്കുന്നത് കൊണ്ടും അവ ശക്തമായ തെളിവുകളോടെ മാത്രമേ ഉന്നയിക്കാവൂ എന്നുള്ള തിരിച്ചറിവും ഇനിയെങ്കിലും രാഹുലിനും കൂട്ടർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിന്റെ സങ്കീർണതയും വോട്ടർമാരുടെ രാഷ്ട്രീയ ബോധവും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. തോൽവി, അതും തുടർച്ചയായ തോൽവി, നാറി നാണം കെടുന്ന അവസ്ഥയിൽ കോൺഗ്രസിനെ അധപ്പതിപ്പിച്ചു എങ്കിലും കേവലം കുറ്റപ്പെടുത്തലോ ആക്ഷേപങ്ങളോ ഉപയോഗിച്ച് ഒരു തിരഞ്ഞെടുപ്പ് പരാജയത്തെ മറികടക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും പാർട്ടിക്ക് ഉണ്ടാകേണ്ടതുണ്ട്. പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് വലിയ ദേശീയ പാർട്ടികൾക്ക് ആത്മപരിശോധനയിലൂടെ അടുത്ത രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്നത് മാത്രമാണ് ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ ലക്ഷണമെന്ന് രാഹുൽ മറക്കരുത്.